ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് വളരെ സിമ്പിളും വളരെ യൂസ്ഫുള്ളും ആയിട്ടുള്ള ഒരു വീഡിയോയാണ് ഇടുന്നത്. ബയോ സ്ട്രിപ്പ് അല്ലെങ്കിൽ ക്രോസ് സ്ട്രിപ്പ് എങ്ങനെയാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നതെന്നുള്ളതാണ്. ഇത് സ്റ്റിച്ചിങ് ലവേഴ്സിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്, ബിഗിനേഴ്സിനും വളരെ യൂസ്ഫുൾ ആണ്. അപ്പം നമ്മൾക്ക് നമ്മളുടെ ക്ലോത്തിൽ നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഉള്ള ഒരു സ്ട്രിപ്പാണ് ബയോ സ്ട്രിപ്പ് അല്ലെങ്കിൽ ക്രോസ് സ്ട്രിപ്പ്. അതിനായിട്ട് ഇതാ ഇതുപോലെ ഒരു പീസ് ക്ലോത്തിനെ ഇങ്ങനെ നമ്മൾ നിവർത്തിയിടുകയാണ് ചെയ്യുന്നത്. ഒരു പീസ് ക്ലോത്ത് എടുക്കുകയാണ് നമുക്ക് വേണ്ട. അതിനെതാ ഇതുപോലെ കോർണർ ടു കോർണർ, അതുപോലെ തന്നെ ഇത് കണ്ടോ, കോണോട് കോണാണ് നമ്മൾ ഫോൾഡ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മളുടെ ക്ലോത്തിനൊരു ഫ്ലെക്സിബിലിറ്റി കിട്ടും. അതാണ് അതിൻ്റെ മെയിൻ കാര്യം. അതായത് നമ്മൾ നേരെ വലിക്കുന്നതിനേക്കാട്ടിലും ക്രോസ് ആയിട്ട് വലിക്കുമ്പം നമുക്ക് നല്ല ലൂസ് കിട്ടും, നല്ലൊരു ഇലാസ്റ്റിക് അവിടെ കിട്ടും. അതിനു വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഈ കോർണർ ടു കോർണർ നമുക്ക് ഇതുപോലെ വരച്ചെടുക്കുകയാണ്. ഏത് പീസ് ക്ലോത്ത് ആണെങ്കിലും അതിൻ്റെ കോർണർ ടു കോർണർ നമ്മൾ കാണുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഒരു പീസ് നമ്മളങ്ങ് മാറ്റി ഇതുപോലെ ഇനി നമുക്ക് എത്രയാണോ, നമുക്ക് 1 ഇഞ്ചിൻ്റെ ബയോ സ്ട്രിപ്പ് ഉപയോഗിക്കാം, 2 ഇഞ്ചിൻ്റെ ഉപയോഗിക്കാം, 1.5 ഇഞ്ചിൻ്റെയും. നമ്മളിപ്പോൾ ഇവിടെ 1.5 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതുപോലെ നമുക്ക് 1.5 ഇഞ്ച് വിട്ടിൽ നമുക്ക് എത്രയാണോ നീളം വേണ്ടത് ആ നീളമാണ് നമ്മൾ എടുക്കേണ്ടത്. ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു പീസിൽ നിന്ന് തന്നെ നമുക്ക് അതിൻ്റെ മാക്സിമം എത്ര ബയോ സ്ട്രിപ്പ് എടുക്കാൻ പറ്റുന്നോ അത്രയും എടുക്കാം. എന്നിട്ട് നമ്മൾ അതിനെ അറ്റാച്ച് ചെയ്തെടുക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ നല്ല ലെങ്ത് നമുക്ക് കിട്ടുമേ. ഇതുപോലെ ഫ്ലെക്സിബിൾ ആയിട്ടാണ് നമുക്ക് ലഭിക്കേണ്ടത്. ഇനി ഇതെങ്ങനെയാണ് ഒരു നെക്കിലേക്ക് അറ്റാച്ച് ചെയ്യുന്നത് നോക്കാവേ. നമുക്ക് ഒരു 2 ഇഞ്ചൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ രണ്ടായിട്ട് നമ്മൾ ഫോൾഡ് ചെയ്യുക. 1.5 ഇഞ്ച് ഉണ്ടെങ്കിലും ഇതുപോലെ നമ്മളിപ്പോൾ ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ്. ആദ്യമായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നവരാണെങ്കിൽ ഇതുപോലെ ഫോൾഡ് ചെയ്താൽ എടുക്കുന്നതെങ്കിൽ 2 ഇഞ്ച് എടുത്തോണേ. ഇപ്പോൾ 1.5 ഇഞ്ച് ആയതുകൊണ്ട് ചെറിയ സ്ട്രിപ്പ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇതുപോലെ നമ്മൾ എന്നിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ വളരെ സ്ലോയിലാണ് നെക്കിൻ്റെ ഭാഗങ്ങൾ എപ്പോഴും സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഇതുപോലെ ഫാസ്റ്റ് ആയിട്ടല്ല, നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ വളരെ സ്ലോയിൽ വേണം. ആ നെക്കിന് ഏത് ഷേപ്പാണോ ആ ഷേപ്പ് കിട്ടണമെങ്കിൽ അതുപോലെ നമ്മൾ വളരെ സ്ലോയിൽ ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിനുശേഷം ഇതുപോലെ നമ്മൾ സ്മോൾ കട്ട്, ത്രെഡിൽ കട്ട് ചെയ്യാതെ നമ്മൾ ഇതുപോലെ അടുപ്പിച്ച് ത്രെഡിൽ ഒരു കാരണവശാലും കട്ട് വീഴരുത്. അല്ലാത്ത രീതിയിൽ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇനിയും നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ ഇപ്പം നമുക്കിങ്ങനെ കിട്ടുവേ. ഇതൊക്കെ ഫ്ലെക്സിബിൾ ആകാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം ഇതിൻ്റെ പുറത്തു കൂടി നമ്മളൊന്ന് പ്രസ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇതുപോലെ നല്ല നീറ്റായിട്ട് ലഭിക്കുവേ. നമ്മളുടെ ഈ വീഡിയോസൊക്കെ യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ, ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് തരാനും തുടർന്നുള്ള വീഡിയോസൊക്കെ കാണാനും ഒന്നും മറക്കരുത്. ഇതുപോലെ നമ്മളിപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിരിക്കുകയാണ്. ഇത് കണ്ടോ, ഇതുപോലെ കിട്ടി. അതിനെ നമ്മൾ ഒന്നുകൂടി ഫോൾഡ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ പുറത്തു കൂടി നല്ല നീറ്റായിട്ട് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണമേ. ഇങ്ങനെ നമ്മൾ ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇത് കണ്ടോ, ബയോ സ്ട്രിപ്പ് നമ്മൾ കട്ട് ചെയ്ത് അല്ലെങ്കിൽ ക്രോസ് സ്ട്രിപ്പ് കട്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെ അറ്റാച്ച് ചെയ്യുന്ന ഒരു മെത്തേഡാണ് നമ്മളിപ്പം കാണിച്ചിരിക്കുന്നത്. ഇനി പൈപ്പിംഗ് ചെയ്യാം. ഈ ബയോ സ്ട്രിപ്പിനെ തന്നെ നമുക്ക് അറ്റാച്ച് ചെയ്തെടുക്കാം, നീളം കൂട്ടിയെടുക്കാം. അതൊക്കെ ഇനി വേറൊരു ദിവസം വരുന്ന വീഡിയോസിലിടാവേ. അപ്പം നമ്മളുടെ വീഡിയോസൊക്കെ യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് തരാനും നമ്മളുടെ ഇൻസ്റ്റയും ഫേസ്ബുക്കും ഒന്ന് ഫോളോ ചെയ്യാനും ഒന്നും മറക്കരുതേ.